ഇത് മാസ് മോട്ടോഴ്സാണ്. ഹോണ്ട ആക്റ്റീവയാണ് വണ്ടി. വണ്ടി ആക്സിഡൻറ്റ് വർക്കായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നിലവിൽ കുറച്ചാൾ വണ്ടി ഉപയോഗിക്കാണ്ട്, അതായത് ആക്സിഡൻറ്റ് വർക്കായിട്ട് ഒരു തീരുമാനമാവാണ്ട് വണ്ടി മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബറേറ്ററിനകത്ത് പെട്രോൾ കിടന്നിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ഉണ്ട്. മൊത്തം ദ്രവിച്ച് പോയേക്കാണ് കാർബറേറ്റർ കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമെന്നറിയില്ല. മൊത്തം ദ്രവിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് പൊടി പോലെ ഈ ഒരു അവസ്ഥയിലേക്ക് ആയേക്കാണ്. ഇപ്പം നിലവിലിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആ ജെറ്റ് വെടിമോട്ടർ മാറ്റിയിട്ട് നോക്കാം. പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത 99% കേട്ടോ. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുന്ന വണ്ടികളൊട്ടും ഈ കാർബറേറ്റർ മോഡൽ എല്ലാത്തിൻ്റെയും തീരുമാനമാണ്. പ്രത്യേകിച്ച് വണ്ടി അനങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ, ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കെമിക്കൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടും. ആ സംഭവം കാർബറേറ്ററിന് ദോഷമായിട്ട് വരും. ഇതേപോലെ ഇതിപ്പോൾ മിക്കവാറും 99% ഓവർഫ്ലോ ആയിരിക്കുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. സ്റ്റാർട്ടായി കിട്ടുകയാണെങ്കിൽ ഓക്കെ. സ്റ്റാർട്ടായി കിട്ടിയാലും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കും. അതല്ലെങ്കിൽ പിന്നെ കാർബറേറ്റർ മാറ്റി വയ്ക്കേണ്ടി വരും. ഏകദേശം നമുക്ക് 2700 ആ റേഞ്ചൊക്കെ കാർബറേറ്റർ അസംബ്ലിക്ക് മാത്രം വില വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത് അങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന കാരണം കാർബറേറ്ററിൻ്റെ ഈ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ഒന്ന് അഴിച്ചു വയ്ക്കായിരുന്നു. പ്ലഗ് വലിയ പ്രശ്നം തോന്നണില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാം. എയർ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ഫിൽറ്ററൊക്കെ തന്നെ കിടക്കുന്നത് കേട്ടോ. അത് നമുക്ക് ക്ലീൻ ചെയ്യാം. എയർ ഫിൽറ്ററും പ്ലഗും ക്ലീൻ ചെയ്യാം. കാർബറേറ്ററിൻ്റെ അവസ്ഥ ഇതാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പൊന്നും പറയല്ലോ കേട്ടോ. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയതൊക്കെ ഉണ്ടായിട്ട് വരും.